പവർ ഓഫ് മെഡിറ്റേഷൻ. ഒരു കാലത്ത് എനിക്ക് 2 മിനിറ്റ് പോലും നിശ്ചലമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. ഉത്കണ്ഠ, അസ്വസ്ഥത. ഓരോ ചെറിയ കാര്യത്തിലും അമിതമായി ചിന്തിച്ചു. എന്നാൽ പിന്നീട് അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചു. ഞാൻ നിശബ്ദനായി ഇരുന്നു. എല്ലാം മാറാൻ തുടങ്ങി. ഏറ്റവും വിചിത്രമായ ഭാഗം, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വെറുതെ ശ്വസിച്ചു. കൂടുതൽ ചെയ്യുന്നത് മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഉൽപ്പാദനക്ഷമതയെയും തിരക്കിനെയും നിരന്തരമായ ചലനത്തെയും പിന്തുടരുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സ് മന്ദഗതിയിലാകാൻ വിസമ്മതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആളുകളോട് പൊട്ടിത്തെറിക്കുന്നു. 8 മണിക്കൂർ ഉറങ്ങിയാലും നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു. ധ്യാനം സന്യാസിമാർക്കോ ധാരാളം സമയമുള്ള ആളുകൾക്കോ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ 1-2 തവണ അത് പരീക്ഷിച്ചു, ബോർഡിച്ചു, ഉപേക്ഷിക്കുമായിരുന്നു. കാരണം എനിക്ക് സെൻ തോന്നിയില്ല, എനിക്ക് സമാധാനം തോന്നിയില്ല. പക്ഷേ ആരും എന്നോട് പറയാത്ത സത്യം ഇതാണ്. ധ്യാനം ശാന്തത അനുഭവിക്കുക എന്നതല്ല, അത് നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക എന്നതാണ്. ഇത് കേട്ട ദിവസം എല്ലാം മാറി. ധ്യാനത്തിൽ മിടുക്കനാകാൻ നിങ്ങൾ ധ്യാനിക്കുന്നില്ല. ജീവിതത്തിൽ മിടുക്കനാകാൻ നിങ്ങൾ ധ്യാനിക്കുന്നു. പെട്ടെന്ന് അത് അർത്ഥവത്തായി. മൗനമായി ഇരിക്കുന്നതിനെക്കുറിച്ചും ചിന്തകളില്ലാതെ ഇരിക്കുന്നതിനെക്കുറിച്ചുമല്ല. നിങ്ങളുടെ മനസ്സിലെ കുഴപ്പങ്ങൾ ശ്രദ്ധിക്കുകയും അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഒരു ദിവസം വെറും 5 മിനിറ്റ്. മെഴുകുതിരികളില്ല, സംഗീതമില്ല, ഗുരുശബ്ദമില്ല. ഞാനും എന്റെ ശ്വാസവും മാത്രം. പിന്നെ പതുക്കെ എല്ലാം മാറി. ചെറിയ തെറ്റുകൾ അമിതമായി ചിന്തിക്കുന്നത് ഞാൻ നിർത്തി. ഞാൻ നന്നായി ഉറങ്ങി, ഇനിയല്ല, കൂടുതൽ ആഴത്തിൽ. ഞാൻ പ്രതികരണശേഷി കുറഞ്ഞു. ആർക്കെങ്കിലും എന്നോട് ആക്രോശിക്കാൻ കഴിയും, ഞാൻ ശ്വസിക്കും. പ്രതികരിക്കുക, പ്രതികരിക്കരുത്. കാരണം ധ്യാനം എനിക്ക് പോസ് ബട്ടൺ നൽകി. എനിക്ക് അത് ആവശ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് ഭാരം ഉയർത്തുന്നത് പോലെയാണ്, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ക്ഷമയ്ക്കും സമാധാനത്തിനും. ഏറ്റവും നല്ല ഭാഗം ഇതാ. നിങ്ങൾക്ക് 30 മിനിറ്റ് ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ഥിരത ആവശ്യമാണ്, ദൈർഘ്യമല്ല. 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്. ആ ചെറിയ ദൈനംദിന പ്രവൃത്തി, ഇത് നിങ്ങളുടെ തലച്ചോർ അക്ഷരാർത്ഥത്തിൽ എന്തെങ്കിലും വന്യമായി കേൾക്കണോ? ദീർഘകാല ധ്യാനം നടത്തുന്നവരുടെ ബ്രെയിൻ സ്കാനുകൾ പഠനം, ഓർമ്മശക്തി, വൈകാരിക നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കൂടുതൽ ചാരനിറത്തിലുള്ള മാറ്റം കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നു ശ്വസിക്കുമ്പോൾ, ഒന്നും ചെയ്യാതെ, നിങ്ങളുടെ മസ്തിഷ്കം ഒരു സോഫ്റ്റ്വെയർ പാച്ചിലെന്നപോലെ അപ്ഗ്രേഡ് ചെയ്യുന്നു. നിശബ്ദത ഇത്ര ശക്തമാകുമെന്ന് ആർക്കറിയാം? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾക്ക് സ്വയം 60 സെക്കൻഡ് നൽകാൻ കഴിയുമോ? കണ്ണുകൾ അടയ്ക്കുക, ശ്വസിക്കൂ, ശ്രദ്ധിക്കൂ. അത്രയേയുള്ളൂ. താഴെ കമന്റ് ചെയ്യുക, ഞാൻ ഇന്ന് ആരംഭിക്കുന്നു. ഇത് നിങ്ങളെ ഒരു നിമിഷത്തേക്കെങ്കിലും നിർത്താൻ പ്രേരിപ്പിച്ചെങ്കിൽ. മനസ്സ് അമിതമായി ഓടുന്ന ഒരാളുമായി ഇത് പങ്കിടുക. കാരണം ഒരുപക്ഷേ സമാധാനം നമ്മൾ പിന്തുടരുന്ന ഒന്നല്ല, അത് നമ്മൾ ഓർമ്മിക്കുന്ന ഒന്നാണ്.